ചേട്ടൻ എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് സന്തോഷിച്ചല്ലോ മോളെ, കരഞ്ഞതാ. എക്സ്പ്രഷൻ ഇടാൻ അറിയാത്തവന്റെ വിഷമം ഓക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല മോളെ. ഷരടി, എന്റെ വീടിന് തൊട്ടടുത്തൊരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി പരിശോധിച്ചു. സൗജന്യ മെഡിക്കൽ ക്യാമ്പല്ലേ? എങ്ങനെ മനസ്സിലായി? അല്ല, തങ്ങള് പൈസ കൊടുത്തിട്ട് എവിടെയും പോകുന്ന എനിക്ക് ഒരു തോന്നലും ഇല്ല. അവിടെ ചെന്ന് പരിശോധിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഇനി ഒരാഴ്ചയും കൂടി ഉള്ളൂന്ന്. അല്ല, സാധാരണ ക്യാമ്പൊക്കെ 1-2 ദിവസമല്ലേ ഉണ്ടാവുള്ളൂ. ഇതെന്താ ഒരാഴ്ചത്തെ ക്യാമ്പ്? ക്യാമ്പല്ല, പിന്നെ ഞാൻ ഒരാഴ്ച കൂടി ജീവിച്ചിരിക്കുള്ളൂ. എന്റെ കിഡ്നിയും കൃക്കയും നഷ്ടപ്പെട്ടു. ചേട്ടാ, കിഡ്നിയും വൃക്കയും ഇതൊന്നും അറിയില്ലേ? എല്ലാം കൃത്യമായിട്ട് പറയാൻ ഞാനൊരു ആങ്കറല്ല, പച്ച മനുഷ്യനാ മോളെ. ഷാരടിക്കറിയോ എന്താ? ഇതറിഞ്ഞ ശേഷം എൻ്റെ ഭാര്യ ഫേസ്ബുക്കിൽ മാരീഡ് എന്നുള്ളത് മാറ്റി സിംഗിൾ എന്നാക്കിയവള്. അത് പോട്ടെ നോക്കാം. സഹിക്കാൻ പറ്റാത്ത വേറെ കാര്യമുണ്ട്. ഞാൻ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ അലമാര തുറന്നു നോക്കിയപ്പോ അതിലൊരു വിധവാ പെൻഷന്റെ ഫോം ഇരിക്കണം പിഷാരടി. പിന്നെ ആകുള്ളൊരു സമാധാനം, സ്വത്തിന്റെ കാര്യത്തിൽ എൻ്റെ മക്കൾ തമ്മിൽ ഒരിക്കലും കലഹിക്കില്ല. അവര് തമ്മിൽ നല്ല ഐക്യത്തിലാണല്ലേ? അതല്ല, എൻ്റെ അച്ഛനായിട്ട് ഉണ്ടാക്കിയത് മുഴുവൻ ഞാനായിട്ട് നശിപ്പിച്ചില്ലേ. പിന്നെ എന്തെടുത്ത് വെച്ച് എൻ്റെ മക്കൾ കലഹിക്കാനാണ്? നിങ്ങളൊന്നും ഉണ്ടാക്കിയില്ലേ? അതല്ലേ 2 മക്കള്. പിന്നെ നല്ലവനായ പിഷാരനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറഞ്ഞേ? കാര്യം പറയാനുണ്ട്. അതിനു മുമ്പ് പിഷാരടിയോട് ഒരു കാര്യം പറയാനുണ്ട്. മൊത്തത്തിൽ പറ. പിഷാരടിയോട് ഒരു കാര്യം പറയാനുണ്ട്. നല്ലവനായെന്ന് പറഞ്ഞില്ലേ? അയ്യോ, അത് ഞാൻ അറിയാണ്ടിട്ട് പോയതാണ്. ക്ഷമിക്കണം, സോറി, ഞാൻ ആവർത്തിക്കില്ല.